ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച്. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ ഒരു സ്കൂളിലെ ഡീറ്റെയിൽസ് ആണ്. അതിലെനിക്ക് നെയിം കിട്ടിയിട്ടുണ്ട്, മാർക്സ് കിട്ടിയിട്ടുണ്ട്, കൺട്രോൾ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ അത് ആരുടെ കൺട്രോൾ നമ്പറാണ്, അവർക്ക് എത്ര മാർക്കുണ്ട് എന്നതിനെക്കുറിച്ച് അറിയണം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ ആണ്. ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്മളിവിടെ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നെയിം തെളിഞ്ഞു വരണം. അതിനായി നമ്മളിവിടെ ഈക്വൽ ടു സൈൻ ഇടുക, അതിനുശേഷം ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഇടുക. നമുക്ക് ആവശ്യം നെയിം ആണ്. അപ്പം നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത കോളം മുഴുവനായി സെലക്ട് ചെയ്യുക, അതിനുശേഷം കോമ ഇടുക, മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക, വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇടുക. നമുക്ക് കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴാണ് നെയിമും മാർക്സും തെളിഞ്ഞു വരേണ്ടത്. അതിനായി നമ്മൾ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം G2 സെലക്ട് ആയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു കോമ ഇടുക. നമുക്ക് കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴാണല്ലോ നെയിം വരേണ്ടത്. അതിനായി നമ്മൾ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്ത കോളം മുഴുവനായി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു കോമ ഇടുക. പിന്നെ നമ്മൾ ഒരു 0 പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ ബ്രാക്കറ്റായി ക്ലോസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 1005 രാകേഷ് ആണെന്ന്. യെസ്, 1005 ഇസ് രാകേഷ്. നമുക്കിനി രാകേഷിന്റെ മാർക്സും കൂടി ഇവിടെ വരേണ്ടതാണ്. അതിനായി നമ്മൾ മാർക്സിനും കൂടി ഇതേ രീതി തന്നെ ഉപയോഗിക്കുക. അതിനായി നമ്മൾ ഇവിടെ ഈക്വൽ ടു സൈൻ ഇട്ടതിന് ശേഷം ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഇടുക. നമുക്ക് മാർക്സ് ആണല്ലോ വേണ്ടത്. അതിനായി മാർക്സ് ടൈപ്പ് ചെയ്ത എല്ലാ കോളം സെലക്ട് ചെയ്യുക, വീണ്ടും കോമ ഇടുക, മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഇടുക. നമ്മൾ G2 സെലക്ട് ചെയ്യും, കാരണം നമുക്ക് കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വരേണ്ടത്. G2 ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കോമ ഇടുക. അതിനുശേഷം നമ്മൾ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്ത എല്ലാ ഏരിയയും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം 0 പ്രസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും രാകേഷിന്റെ മാർക്സ് 23 ആണ്. ഓക്കെ, നമ്മൾക്ക് കൺട്രോൾ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 1007. ഓക്കെ, 1007 ശശിയാണ്. മാർക്സ് 41 ആണ്. നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്ത് നോക്കാം. 1012. പ്രീതയാണ്, മാർക്സ് 48 ആണ്. ഈ രീതിയിലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. നമ്മൾ മുമ്പ് VLOOKUP ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു ഫംഗ്ഷനാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ. VLOOKUP ചെയ്യുമ്പോൾ നമുക്ക് സപ്പോസ് നമ്മളിപ്പോൾ കൺട്രോൾ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഡാറ്റാസ് എടുക്കാൻ സാധിക്കില്ല. നമുക്ക് കൺട്രോൾ നമ്പർ വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് മൊത്തമായി കോപ്പി ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇൻഡെക്സ് ആൻഡ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡാറ്റയിലെ എവിടെയുള്ള ഡാറ്റ വേണമെങ്കിലും നമുക്ക് ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. Okay friends, thanks for watching my videos. Please do subscribe and comment. Bye bye.